എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഒരു സ്റ്റാർട്ടർ ഡിഷായിട്ടുള്ള ചിക്കൻ ഡൈനാമൈറ്റ് ആണ്. എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാം. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചിക്കൻ ഡൈനാമൈറ്റ് റെഡിയാക്കാൻ വേണ്ടി 250 ഗ്രാം ചിക്കൻ കഴുകി വെള്ളമെല്ലാം വാർത്തതിന് ശേഷം ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഒറിഗാനോ ആണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. 1/2 ടീസ്പൂൺ സോയ സോസ് ചേർക്കാം. 1 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. ഏകദേശം ഒരു 250 ഗ്രാമിനുള്ള അളവാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഈ ഒരു ക്വാണ്ടിറ്റിയിലെല്ലാം വ്യത്യാസം വരുത്തുക. നല്ലതുപോലെ മിക്സാക്കി വെക്കാം. ഏകദേശം ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ ഒരു റെസിപ്പി 3 സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. അതിനുവേണ്ടി ഈ നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ടുള്ള അതേ ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കുക. പൊരിക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്താൽ മതിയാവും. ഫ്രൈ ചെയ്യുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് മാത്രം ഇതുപോലെ ചെയ്യുക. നല്ലതുപോലെ ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക. പുറത്ത് നല്ല വേവ് ഉണ്ടാവും, അതുപോലെ അകത്തും വേവ് ഉണ്ടാവും. നമ്മൾ പൊടിയും മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടായ എണ്ണയിലിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഒരുപാട് എണ്ണയൊന്നും കിട്ടാതെ ചിക്കൻ എടുക്കാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് വലിയ കഷ്ണങ്ങളായാൽ ഇതത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഏറ്റവും കൂടുതൽ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പുറം ഭാഗം കരിഞ്ഞു പോവുകയും ഉള്ളിലുള്ള ചിക്കൻ നല്ലപോലെ വെന്ത് കിട്ടുകയും ചെയ്യില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുക. ഓരോ വശവും ജസ്റ്റ് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നല്ലതുപോലെ ഉൾഭാഗവും പുറം ഭാഗവും വെന്തിട്ട് എടുക്കുക. ഒരുപാട് കരിഞ്ഞു പോയാലും ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. ഏകദേശം ഒരു 6-7 മിനിറ്റിൽ ഈ ഒരു ചിക്കൻ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. സാധാരണ നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഒരു 6-7 മിനിറ്റിൽ ഇത് കറക്റ്റായിട്ട് ഒരു കളറൊക്കെ മാറി നല്ലൊരു കളറിലേക്ക് വന്നിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് നമുക്കിതൊന്ന് ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അധികം സ്പൈസി ഒന്നും അല്ലാത്ത ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് ചിക്കനാണ്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഡൈനാമൈറ്റ് സോസാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മയനൈസ് ചേർത്ത് കൊടുക്കാം. എഗ്ലെസ്സോ അല്ലാത്തതോ ചേർക്കാം. ഞാൻ എഗ്ലെസ്സിൻ്റെയും മുട്ട ഉപയോഗിച്ചിട്ടുള്ള മയനൈസിൻ്റെയും 2 റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ഉപ്പ് നോക്കിയിട്ട് മാത്രം ചേർക്കുക. നമ്മൾ ചേർത്തിട്ടുള്ള മയനൈസിന് ഉപ്പുണ്ടാവും. അത് നോക്കി ബാലൻസ് ആക്കാൻ വേണ്ടി മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലതുപോലെ മിക്സ് ആക്കി വെക്കുക. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം മാത്രം ഈ ഒരു സോസ് ഉണ്ടാക്കി വെക്കുക. സോസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ അതിൽ ഫ്രഷ് ആയിട്ട് ഡിപ്പ് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ സെർവ് ചെയ്യാവുന്നതിൻ്റെ തൊട്ട് മുമ്പ് സോസ് ഉണ്ടാക്കിയാൽ മതിയാവും. ഈ ഒരു ചിക്കൻ ഡൈനാമൈറ്റ് പ്ലേറ്റ് ചെയ്യുന്നതാണ് ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലെറ്റൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാലഡ് ലീവ്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് സെർവ് ചെയ്യുന്നത്. ഞാനിവിടെ ഇതുപോലെ ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. ബൗളിലേക്ക് ചുറ്റിനും ലെറ്റൂസാണ് വെച്ച് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു സാലഡ് ലീവ്സ് വെച്ച് കൊടുക്കാം. പലതരത്തിലുള്ള ലെറ്റൂസ് ഉണ്ട്. ഐസ്ബർഗോ അല്ലാത്തതോ ആയിട്ടുള്ള ലെറ്റൂസ് വെച്ച് കൊടുക്കാം. മുഴുവനായിട്ട് കവർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഇതുപോലുള്ള ബൗൾ വേണമെന്നൊന്നും നിർബന്ധമില്ല. സാധാരണ ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇതുപോലെ അങ്ങ് സെർവ് ചെയ്താലും മതിയാവും. അപ്പോൾ സെർവിങ് ബൗൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസിൽ ചിക്കൻ ഫ്രൈ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ എടുത്ത ചിക്കൻ്റെ അളവിന് ഏകദേശം ഇതുപോലുള്ള ഒരു 3 ബൗൾ റെഡിയാക്കി എടുക്കാനുള്ള അളവുണ്ട്.
അപ്പോൾ ചിക്കൻ ഡൈനമൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് സ്പ്രിംഗ് ഓണിയൻസ് ചെറുതായിട്ട് കട്ട് ചെയ്തതും വൈറ്റ് കളറിലുള്ള എള്ളും ചേർത്ത് കൊടുക്കാം. വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ ചൈനീസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു സ്പ്രിംഗ് ഓണിയൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു ചൈനീസ് സ്റ്റാർട്ടർ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്, നല്ല ടേസ്റ്റാണ്. ഏതെങ്കിലും ഒരു ഫങ്ഷൻസിനോ അല്ലെങ്കിൽ സൽക്കാരങ്ങൾക്കൊക്കെ ഉണ്ടാക്കി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്